അല്പം വിശ്രമിക്കാൻ ഒരുങ്ങുമ്പോൾ അയാസിന്റെ അടിയന്തര സഹായാഭ്യർത്ഥന വന്നു. ഖാലിദ് അതിനുള്ള മറുപടിയിൽ ഇങ്ങനെ എഴുതി: അല്പം കൂടി താമസിക്കൂ. മൂർഖന്മാരെയും വഹിച്ചുകൊണ്ട് ഒട്ടകങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ട്. തിരമാലയ്ക്കു പിറകെ തിരമാല കണക്കെ സൈന്യങ്ങൾ അവിടെയെത്തും. ഖാലിദും സൈന്യവും ദുമത്തുൽ ജുന്തലിലെത്തി. ശത്രുസൈന്യത്തിന്റെ നായകന്മാരിൽ ഒരാൾ അഖിദറായിരുന്നു. തബൂക്കിൽ വെച്ച് മുമ്പ് ഖാലിദ് ഇയാളെ തടവിലാക്കിയിരുന്നെങ്കിലും പിന്നീട് വിട്ടയക്കുകയുണ്ടായി. ഖാലിദുമായി ഏറ്റുമുട്ടി പരാജയപ്പെടുന്നതിനേക്കാൾ സമാധാനസന്ധി ഉണ്ടാക്കുകയാണ് നല്ലതെന്ന് അധികർ സഹസൈന്യധിപന്മാരെ ഉദ്ദേശിച്ചെങ്കിലും അവരത് ചെവികൊണ്ടില്ല. ഉടനെ അഖിദർ അവരിൽ നിന്ന് വേർപിരിഞ്ഞ് പാലായനം ചെയ്തു. ഖാലിദിന്റെയും അയാസിന്റെയും സൈന്യങ്ങൾ കോട്ട വളഞ്ഞു. ചെറിയ കോട്ടയായതുകൊണ്ട് ശത്രുസൈന്യത്തിന് മുഴുവനും അതിൽ കടന്നുകൂടാൻ കഴിഞ്ഞില്ല. കൊള്ളാവുന്നിടത്തോളം ഭടന്മാർ മുസ്ലിം സൈന്യത്തോട് ഏറ്റുമുട്ടി. മിക്കവരെയും ഖാലിദിന്റെ അയാസിന്റെയും സൈന്യങ്ങൾ വകവരുത്തി. അവരുടെ നേതാക്കളെ തടവുകാരായി പിടിച്ചു. അനന്തരം ഖാലിദ് കോട്ട വാതിൽ പൊളിച്ച് അകത്തു കടന്നു. അതിനുള്ളിലുണ്ടായിരുന്ന മിക്ക ഭടന്മാരെയും വാളിനിരയാക്കി. ഖാലിദും സൈന്യവും വടക്കൻ ഇറക്കിലാണെന്നുള്ള വിവരമറിഞ്ഞ് പേർഷ്യൻ സൈന്യം തെക്കൻ ഇറാഖ് വീണ്ടെടുക്കാൻ മുതിർന്നു. അവർ അമ്പറിനടത്ത് തടിച്ചുകൂടി. ഇറാഖിലെ അമുസ്ലിംകളായ അറബികളും അവരുടെ കൂടെ ചേർന്നു. പ്രബലരായ പേർഷ്യൻ സൈന്യാധിപന്മാരുടെ നേതൃത്വത്തിൽ പടയൊരുക്കം നടത്തുന്നുണ്ടെന്ന വിവരം കിട്ടിയ ഉടനെ അയാസിനെയും സൈന്യത്തെയും അവിടെ നിർത്തി. ദുമത്തുൽ ജുന്തലിൽ നിന്ന് ഖാലിദും സൈന്യവും ഹീറയിലേക്ക് കുതിച്ചു. ഖാലിദിന്റെ അപ്രതീക്ഷമായ തിരിച്ചുവരവിൽ അമ്പരന്നുപോയ പേർഷ്യൻ അറബ് സൈന്യം ആക്രമണം തുടങ്ങി. ഖാലിദ് തന്റെ സൈന്യത്തെ പല ഭാഗങ്ങളായി തിരിച്ചു. വിവിധ ഭാഗങ്ങളിൽ നിന്നു ശത്രുസൈന്യത്തെ ആക്രമിക്കാൻ പരിപാടി ആസൂത്രണം ചെയ്തിരുന്നു. മുസ്ലിം സൈന്യം പല ഭാഗത്തുനിന്നും ആക്രമണം തുടങ്ങി. എല്ലായിടത്തും പേർഷ്യൻ സൈന്യം പരാജയപ്പെട്ടു. ഹീറായിലെ വിജയത്തെ തുടർന്ന് ഖാലിദ് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ആഗ്രഹിച്ചു. യുദ്ധങ്ങളിൽ വിജയം വരിച്ചതിന് അല്ലാഹുവിനോട് അവന്റെ ഭവനത്തിൽ വെച്ച് തന്നെ നന്ദി പറയാൻ ആ ധീരസേനാനി കൊതിച്ചു കഴിയുകയായിരുന്നു. തന്റെ അഭാവം സൈന്യത്തെ അറിയിക്കാതെ അദ്ദേഹം കുറച്ചുപേരോടൊത്ത് രഹസ്യമായി ഹജ്ജിനു പുറപ്പെട്ടു. കുറുക്കുവഴിയിലൂടെ വളരെ വിഷമങ്ങൾ സഹിച്ച് അവർ മക്കയിലെത്തി. അവർ ഹജ്ജ് നിർവഹിച്ചു. ഹജ്ജ് കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഹീവയിലേക്ക് തന്നെ മടങ്ങി. തലമുണ്ടനം ചെയ്തത് കണ്ടപ്പോൾ മാത്രമാണ് അദ്ദേഹം ഹജ്ജ് ചെയ്യാൻ മക്കയിൽ പോയ വിവരം സൈന്യം മനസ്സിലാക്കിയത്. ഖാലിദ് രഹസ്യമായി ഹജ്ജിനെത്തിയ വിവരം ഖലീഫയും അറിഞ്ഞു. അദ്ദേഹത്തെ അഭിനന്ദിച്ചു. അതേസമയം മേലിൽ ഇത്തരം സാഹസത്തിനൊരുമ്പെടരുതെന്ന് ഖലീഫ ഖാലിദിനെ ഉപദേശിക്കുകയും ചെയ്തു. ഇറാഖിലെ ജൈത്രയാത്ര പൂർത്തിയാക്കിയ ശേഷം ഖാലിദ് ബിനു വലീദ് സിറിയയിലെ തഖൂം എന്ന സ്ഥലത്തെത്തി. പേർഷ്യക്കാർക്കെതിരിൽ ഇറാഖിൽ കൈവന്ന വിജയത്തിൽ നിന്ന് ആവേശം കൊണ്ട ഖലീഫ അബൂബക്കർ സിറിയയിൽ പടയോട്ടം നടത്താൻ യസീദ് അബൂ സുഫിയാൻ, ഷിർജിൽബിനു ഹസ്ന, അബൂ ഉബൈദ ഇബ്നു ജറ, അംറുബിനു ആസ് തുടങ്ങിയ വിദഗ്ധരായ പടനായകന്മാരുടെ നേതൃത്വത്തിൽ ഏതാനും സൈന്യങ്ങളെ അയച്ചു. വിരമറിഞ്ഞ റോമാ ചക്രവർത്തി മുസ്ലിം സൈന്യത്തോട് പരാജയപ്പെടുന്നതിനേക്കാൾ നല്ലത് സന്ധിക്ക് തയ്യാറാകലാണെന്ന് മന്ത്രിമാരെയും പടത്തലവന്മാരെയും ഉപദേശിച്ചുവെങ്കിലും അവരതിന് സമ്മതിക്കാതെ യുദ്ധത്തിന് വട്ടം കൂട്ടുകയാണ് ചെയ്തത്. 2,40,000 ഭടന്മാരടങ്ങിയ ഒരു മഹാസൈന്യമായിരുന്നു അവരുടേത്. സ്ഥിതിയുടെ ഗൗരവാവസ്ഥ മുസ്ലിം സൈന്യത്തലവന്മാർ ഖലീഫയെ അറിയിച്ചു. ഖലീഫ അബൂബക്കർ ഉടനെ സിറിയയിലേക്ക് മാർച്ച് ചെയ്യാൻ ഖാലിദിന് നിർദ്ദേശം നൽകി. ഖാലിദ് ഇറാഖിലെ സൈനിക നേതൃത്വം മുസന്നബ ഹാരിസിനെ ഏൽപ്പിച്ചു. പാതിസേനയെ അവിടെ നിർത്തിശേഷിച്ച സൈന്യവുമായി അദ്ദേഹം പുറപ്പെട്ടു. സിറിയയിലേക്ക് ഏറ്റവും വേഗത്തിലെത്താൻ ദുഷ്കരമായ മരുഭൂമി മുറിച്ചുകടക്കണം. ഭടന്മാരെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ചെയ്ത പ്രസംഗം അവരെ കർമ്മധീരമാക്കി. സാഹസികമായ യാത്രയ്ക്ക് ശേഷം അവർ മരുഭൂമി താണ്ടി സിറിയയിലെ മുസ്ലിം സൈന്യവുമായി ചേർന്നു. തത്സമയം ശത്രുസൈന്യത്തിനും ഒരു വലിയ പോഷകസേന എത്തിച്ചേർന്നു. ഖലീഫയുടെ ഉത്തരവനുസരിച്ച് മുസ്ലിം സൈന്യം ഖാലിദിന്റെ നേതൃത്വത്തിൽ യർമുകിൽ അണിനിരന്നു. വലിയൊരു സാമ്രാജ്യശക്തിയെയാണ് നേരിടുന്നത്. അംഗസംഖ്യ നോക്കുമ്പോൾ ബൈസന്തിയൻ സൈന്യത്തേക്കാൾ എത്രയോ ചെറിയതാണ് മുസ്ലിം സൈന്യം. മാത്രമല്ല 4 പടത്തലവന്മാരുടെ കീഴിലായി വെവ്വേറെയായിരുന്നു മുസ്ലിം സൈന്യം ശത്രുക്കളെ നേരിട്ടിരുന്നത്. എന്നാൽ ശത്രുസൈന്യം ഒരൊറ്റ പടത്തലവന്റെ നേതൃത്വത്തിലാണ് അണിനിരന്നത്. റോമാചക്രവർത്തി 100 കണക്കിന് പാതിരിമാരെ യുദ്ധരംഗത്തേക്ക് അയച്ചിരുന്നു. മതത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യാൻ അവർ ശത്രുഭടന്മാരെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഏകീഭാവവും ഉത്തരവാദിത്വബോധവും ആത്മവീര്യവും കൊണ്ടുവേണം ശത്രുസൈന്യത്തെ കീഴടക്കാൻ എന്നു ഖാലിദ് ബിൻ വലീദ് മനസ്സിലാക്കി. യുദ്ധമാരംഭിക്കുന്നതിനു മുമ്പ് മുസ്ലിം സൈന്യത്തോട് ചെയ്ത പ്രസംഗത്തിൽ ഖാലിദ് ഇങ്ങനെ പ്രഖ്യാപിച്ചു: മാനവചരിത്രത്തിൽ ഏറ്റവും വിധിനിർണായകമായ ദിനങ്ങളിൽ ഒന്നാകാൻ പോവുകയാണ് ഇന്ന്. ഇത് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ഒരു ദിനമാണ്. അഹങ്കാരവും ദുഷ്ചിന്തയും ഇന്ന് പാടില്ല. അല്ലാഹുവിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചു വേണം നിങ്ങൾ പോരാടാൻ. ഇന്നത്തെ വിജയം എന്നേക്കുമുള്ള വിജയത്തിലേക്കുള്ള വഴിയൊരുക്കും. വരൂ, നമുക്ക് നേതൃത്വം പങ്കിടാം. ഇന്നൊരു നായകൻ, നാളെ മറ്റൊരാൾ, മറ്റന്നാൾ മൂന്നാമൻ. ഇങ്ങനെ അനുസരിച്ചു നിങ്ങളെല്ലാം ഓരോ ദിവസം സൈനിക നേതൃത്വം വഹിക്കണം. ഇതിന് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഇന്നത്തെ നേതൃത്വം ഞാൻ വഹിക്കാം. ഖാലിദിന്റെ അഭിപ്രായത്തോട് എല്ലാവരും യോജിച്ചു. ഖാലിദ് മുസ്ലിം സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു. ഒരൊറ്റ സൈന്യമാക്കി അണിനിരത്തി.
അപ്പോൾ അതൊരു വമ്പിച്ച സൈന്യമായി കാണപ്പെട്ടു. നോക്കൂ, ശത്രുസൈന്യം എണ്ണത്തിൽ എത്രമാത്രം കൂടുതലാണ് എന്നൊരു ഭടൻ പറയുന്നത് കേട്ടപ്പോൾ ഖാലിദ് പറഞ്ഞു, നാം എത്രമാത്രം വലുതാണെന്ന് നോക്കൂ. എണ്ണമല്ല ഒരു സൈന്യത്തിന്റെ കരുത്ത് തെളിയിക്കുന്നത്, യുദ്ധത്തിന്റെ അന്തിമഫലമാണ് നിർണയിക്കുക. യുദ്ധം രൂക്ഷമാകുമ്പോൾ പൊതുവിശ്വാസികളിൽ ആത്മാർത്ഥത കുറഞ്ഞവർ ഭയന്നു പിന്മാറാൻ സാധ്യതയുണ്ട്. ഏതാനും വ്യക്തികൾ പിന്തിരിഞ്ഞോടിയാൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുളവാക്കും. സൈന്യത്തിന്റെ മനോവീര്യം തന്നെ തകരാൻ അത് കാരണമായേക്കും. തന്മൂലം സൈന്യത്തെ അണിനിരത്തിയ ശേഷം തമ്പിൽ നിന്നു ഖാലിദ് ബിനു വലീദ് മുസ്ലിം സ്ത്രീകളെ വിളിച്ചുവരുത്തി അവരുടെ കൈകളിൽ വാളുകൾ ഏൽപ്പിച്ചു അവരെ ഓരോ മുസ്ലിം അണിയുടെയും പിന്നിൽ നിർത്തി. ആരെങ്കിലും പിന്തിരിഞ്ഞോടുന്നത് കണ്ടാൽ വെട്ടിക്കൊല്ലാനായിരുന്നു അവർക്കുള്ള കൽപ്പന. യുദ്ധം ആരംഭിക്കുന്നതിനു മുമ്പ് ഖാലിദിനോട് 2 വാക്ക് സംസാരിക്കാൻ റോമസൈന്യത്തലവൻ മഹാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അതനുസരിച്ചു ഖാലിദ് ഇരു സൈന്യങ്ങളുടെ മധ്യത്തിൽ ഒഴിഞ്ഞ മൈതാനത്തിലേക്ക് വന്നു. 2 സൈന്യത്തലവന്മാരും കുതിരപ്പുറത്ത് അഭിമുഖം നിന്നപ്പോൾ മാഹാൻ പറഞ്ഞു, പട്ടിണിയും ദുരിതങ്ങളും കാരണമാണ് നിങ്ങൾ നാടുവിട്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഓരോ ഭടന്നും 10 സ്വർണ്ണ നാണയവും വസ്ത്രവും ഭക്ഷണവും ഞാൻ തരാം. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചുപോകണം. അടുത്ത വർഷവും ഇതേ സഹായം നിങ്ങൾക്ക് ഞാൻ എത്തിക്കാം. മാഹാന്റെ ഈ പരിഹാസം കേട്ടു പല്ലു ഞെരിച്ചുകൊണ്ട് ഖാലിദ് പൊട്ടിത്തെറിച്ചു. നീ പറഞ്ഞ പോലെ പട്ടിണി കൊണ്ടല്ല ഞങ്ങൾ വന്നത്. റോമാക്കാരുടെ ചോര കൂടുതൽ രുചിയുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട്. അതിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഖാലിദ് ബിനു വലീദ് തന്റെ ക്യാമ്പിലേക്ക് കുതിരയെ ഓടിച്ചുപോയി കൊടി ഉയർത്തിപ്പിടിച്ചു. അല്ലാഹു അക്ബർ, സ്വർഗത്തിന്റെ കാറ്റടിച്ചു വീശട്ടെ എന്ന് ആർത്തട്ടഹസിച്ചു. അതോടെ മുസ്ലിം ഭടന്മാർ ആവേശത്തോടെ ശത്രുക്കളുടെ നേർക്ക് ആഞ്ഞടുത്തു. വാശിയേറിയ രൂക്ഷമായ സംഘട്ടനം. റോമക്കാരുടെ കണക്കുകൂട്ടുകളെല്ലാം തെറ്റി. ഏവരെയും കോരിത്തെരിപ്പിക്കുന്ന ധൈര്യവും അർപ്പണബോധവുമാണ് ഈ യുദ്ധത്തിൽ മുസ്ലിം സൈന്യം കാഴ്ചവെച്ചത്. യർമൂക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുസ്ലിം ഭടൻ അബൂ ഉബൈദ ഇബ്നു ജറാഹിനെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു, ഞാൻ രക്തസാക്ഷിയാവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നബിതിരുമേനിയെ ഞാൻ കണ്ടുമുട്ടുമ്പോൾ താങ്കൾക്കു വേണ്ടി വല്ല വിവരവും അറിയിക്കാനുണ്ടോ? ഉണ്ട്, അബൂ ഉബൈദ പറഞ്ഞു. പ്രവാചകരെ, ഞങ്ങളുടെ നാഥൻ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പുലർന്നു കഴിഞ്ഞുവെന്ന് താങ്കൾ തിരുമേനിയോട് പറയുക. ഉടനെ സമരമുഖത്തേക്ക് കുതിച്ച ആ ധീരസേനാനി അടരാടി രക്തസാക്ഷിയായി. എണ്ണത്തിൽ മികച്ചുനിന്ന റോമാ സൈന്യത്തിന്റെ ആക്രമണം രൂക്ഷമായപ്പോൾ ഇക്രിമഹ് ഇബ്നു അബീജഹൽ മുസ്ലിംകളോട് വിളിച്ചു പറഞ്ഞു, അല്ലാഹു എന്നെ സന്മാർഗത്തിലാക്കുന്നതിനു മുമ്പ് നബി തിരുമേനിയോട് നിരന്തരം യുദ്ധം ചെയ്ത ഞാൻ ഇന്ന് ദൈവശത്രുക്കളെ ഭയന്നോടുകയോ? എന്നോടൊപ്പം രക്തസാക്ഷിത്വത്തിന്റെ പ്രതിജ്ഞയെടുക്കാൻ ആര് തയ്യാറുണ്ട്? ഇത് കേട്ട് ഒരു സംഘം മുസ്ലിം യോദ്ധാക്കൾ ഇക്രിമതിന്റെ നേതൃത്വത്തിൽ പൊരുതി മരിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. തൽക്ഷണം അവർ അടർക്കളത്തിലേക്ക് കുതിച്ചു. ധീരധീരം പോരാടി വീരമൃത്യു വരിച്ചു. യർമൂക്ക് യുദ്ധത്തിൽ വികാരഭരിതമായ മറ്റൊരു രംഗം. മാരകമായ മുറിവുകളേറ്റ് ചില മുസ്ലിം യോദ്ധാക്കൾ മരണാസന്നരായി കിടക്കുന്നു. ദാഹാർത്തമായ അവർ ഒരിറക്ക് വെള്ളത്തിനുവേണ്ടി വാവിട്ട് കരഞ്ഞു. ചില ഭടന്മാർ വെള്ളം കൊണ്ടുവന്ന് വായിലേക്കടുപ്പിക്കുമ്പോൾ അടുത്തു കിടക്കുന്ന സ്നേഹിതന്റെ ദീനരോധനം കേൾക്കുന്നു. താൻ കുടിക്കാതെ അത് സ്നേഹിതന് കൊടുക്കാൻ ആംഗ്യം കാണിക്കുന്നു. ആ സ്നേഹിതൻ അടുത്തു കിടക്കുന്ന തന്നേക്കാൾ അവശനായ മറ്റൊരാൾക്ക് കൊടുക്കാൻ നിർദ്ദേശിക്കുന്നു. അങ്ങനെ പരനന്മ ഓർത്തതിന്റെ ഫലമായി ആരുമാരും വെള്ളം കുടിക്കാതെ അന്ത്യശ്വാസം വലിക്കുന്നു. എത്ര ഉദാത്തമായ സാഹോദര്യം! യർമൂക്ക് യുദ്ധത്തിൽ ഖാലിദ് പ്രദർശിപ്പിച്ച ധൈര്യവും തന്ത്രവും റോമാ സൈനിക നേതാക്കളിൽ പോലും മതിപ്പുണ്ടാക്കി. ദൈവത്തിന്റെ വാളാണ് താനെന്ന് അദ്ദേഹം തെളിയിച്ചു. യുദ്ധത്തിന്റെ ഇടവേളയിൽ റോമാ സൈന്യാധിപന്മാരിൽ ഒരാളായ ജോർജ് ഖാലിദ് ബിനു വലീദിനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചു. ഖാലിദ് ജോർജിന് അടുത്തേക്ക് ചെന്നു. അഭിമുഖ സംഭാഷണത്തിൽ റോമാ സൈന്യാധിപൻ ചോദിച്ചു, ഖാലിദ്, എന്നോട് സത്യം പറയുകയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? സ്വതന്ത്രൻ കളവ് പറയുകയില്ല. ഞാൻ സത്യമല്ലാതെ ഒന്നും പറയുകയില്ല എന്ന് വാക്കുതരുന്നു. ചോദിച്ചോളൂ. ദൈവം നിങ്ങളുടെ പ്രവാചകന് ഒരു വാളിറക്കിയെന്നും അദ്ദേഹം അത് താങ്കൾക്ക് നൽകിയെന്നും താങ്കൾ അത് ആരുടെ നേരെ ഊരിയോ അവരുടെ പരാജയം ഉറപ്പാണെന്നും ജനങ്ങൾ പറയുന്നു. അതുകൊണ്ടാണ് താങ്കൾക്കൊരിക്കലും പരാജയം നേരിടാത്തതെന്നും കേൾക്കുന്നു. ശരിയാണോ? ജോർജ് ചോദിച്ചു. ശരിയല്ല, ഖാലിദ് പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ എനിക്കൊരിക്കലും വാൾ നൽകിയിട്ടില്ല. പിന്നെ താങ്കൾക്ക് ദൈവത്തിന്റെ വാൾ എന്ന പേര് വരാൻ കാരണം? താങ്കളുടെ വിജയത്തിന്റെ രഹസ്യം എന്താണ്? ജോർജ് ആകാംക്ഷയോടെ ചോദിച്ചു. ഞാൻ സദാ വിജയിക്കുന്നു. കാരണം ഞാൻ സത്യത്തിനുവേണ്ടി യുദ്ധം ചെയ്യുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് സത്യമാർഗം കാണിച്ചു തന്നു. അല്ലാഹു ഞങ്ങളിൽ പ്രവാചകനെ നിയോഗിച്ചു. ഞങ്ങളിൽ ഒരു വിഭാഗം അദ്ദേഹത്തിൽ വിശ്വസിച്ചു, ഒരു വിഭാഗം അവിശ്വസിച്ചു. ഞാൻ അവിശ്വസിച്ച വിഭാഗത്തിലായിരുന്നു. പിന്നീട് അല്ലാഹു എനിക്ക് നേർവഴി കാണിച്ചു. ഞാനും പ്രവാചകനെ വിശ്വസിച്ചു. തത്സമയം പ്രവാചകൻ എന്നെ വിളിച്ച് നീ ദൈവത്തിന്റെ വാളുകളിൽ ഒരു വാളാണെന്ന് അറിയിച്ചു. അങ്ങനെയാണ് ആ പേരെനിക്ക് കിട്ടിയത്. ഞങ്ങൾ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നു.
ഈ മാർഗത്തിലേക്ക് ജനങ്ങൾ വരുന്നത് തടയുന്നവരോട് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നു. ഖാലിദ് വിശദീകരിച്ചു, നിങ്ങൾ എന്തിലേക്കാണ് വിളിക്കുന്നത്? ഏക ദൈവത്തിലേക്കും ഇസ്ലാമിലേക്കും. ഇന്ന് ഇസ്ലാമിൽ വന്നവന് നിങ്ങൾക്ക് കിട്ടുന്ന പോലെ പ്രതിഫലവും മോക്ഷവും ലഭിക്കുമോ? തീർച്ചയായും ലഭിക്കും. അവൻ അർഹനാണെങ്കിൽ അതിൽ കൂടുതൽ ലഭിക്കും. അതെങ്ങനെ? നിങ്ങൾ ഇസ്ലാമിൽ പഴക്കമുള്ളവരല്ലേ? ഞങ്ങൾ പ്രവാചക തിരുമേനിയോടൊപ്പം ജീവിച്ചവരാണ്. അവിടുത്തെ അമാനുഷിക ദൃഷ്ടാന്തങ്ങളും തെളിവുകളും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കണ്ടത് കാണുകയും കേട്ടത് കേൾക്കുകയും ചെയ്തവർ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് അവരുടെ കടമ മാത്രമാണ്. എന്നാൽ നബിയെ നേരിട്ട് കാണുകയോ അവിടുത്തെ ഉപദേശങ്ങൾ നേരിട്ട് കേൾക്കുകയോ ചെയ്യാത്ത നിങ്ങളുടെ അവസ്ഥ അതല്ല. കാണാതെയും കേൾക്കാതെയുമാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഉദ്ദേശവും പ്രവൃത്തിയും നന്നാക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം താരതമ്യേന വലുതും മഹത്തരവുമായിരിക്കും. ഖാലിദ് ബിനു വലീദ് പറഞ്ഞു നിർത്തി. ഈ സന്ദർഭത്തിൽ റോമാ സൈന്യാധിപൻ ജോർജ് ഖാലിദിന്റെ സമീപത്തേക്ക് നീങ്ങി നിന്നിട്ട് ഇങ്ങനെ അഭ്യർത്ഥിച്ചു, ഖാലിദ്, എന്നെ മുസ്ലിമാക്കൂ. ഉടനെ ഖാലിദ് ബിനു വലീദ് ജോർജിനെ തന്റെ തമ്പിലേക്ക് കൊണ്ടുപോയി കുളിപ്പിച്ച് ഷഹദാത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. 2 റക്അത്ത് നിസ്കരിപ്പിച്ചു. ഇരുവരും ഒന്നിച്ച് തമ്പിൽ നിന്ന് പുറത്തുവന്നു. യുദ്ധം പുനരാരംഭിച്ചപ്പോൾ റോമാ സൈന്യാധിപന്മാരിൽ പ്രമുഖനായ ജോർജ് മുസ്ലിങ്ങളുടെ ഭാഗത്ത് ചേർന്നത് കണ്ട് റോമാ സൈന്യം അമ്പരന്നുപോയി. അദ്ദേഹം ജീവന് വിലകൽപ്പിക്കാതെ ധീരധീരം പോരാടി രക്തസാക്ഷിയായി. അന്ന് ഉച്ചതിരിഞ്ഞതോടെ ശത്രുപക്ഷത്തിന്റെ വീര്യം കുറഞ്ഞു തുടങ്ങി. മുസ്ലിം സൈന്യം താഴ്വരയുടെ മുഖം ബന്ധിച്ചു. തന്മൂലം ശത്രുക്കൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം തടഞ്ഞു. ഖാലിദ് ഈ സന്ദർഭം ശരിക്കും മുതലെടുത്തു. കുറച്ച് സൈന്യങ്ങളുമായി അദ്ദേഹം ശത്രുനിരയ്ക്കുള്ളിലേക്ക് കുതിച്ചുകടന്നു. ശത്രുവിന്റെ കുതിരപ്പടയാളികൾക്കും കാലാൾ പടയാളികൾക്കുമിടയിൽ അദ്ദേഹം ആപ്പുപോലെയുള്ള ഒരു സൈനിക വിന്യാസം സൃഷ്ടിച്ചു. ഖാലിദിന്റെ സൈന്യം സൃഷ്ടിച്ച വിടവിലൂടെ റോമൻ കുതിരപ്പടയാളികൾ രക്ഷപ്പെടാനുള്ള മാർഗം കണ്ടു. ഉടൻ തന്നെ അവരങ്ങോട്ട് കുതിച്ചു. എന്നാൽ മുസ്ലിം സൈന്യം അപ്പോഴേക്കും സർവശക്തിയുമുപയോഗിച്ച് റോമൻ കാലാൾപ്പടയെ ആക്രമിച്ചു. രക്ഷാവലയമായി വർത്തിച്ചിരുന്ന അവരുടെ കുതിരപ്പട അപ്രത്യക്ഷമായിരുന്നു. അതോടെ റോമാ സൈന്യം പതറി ചിന്നിച്ചിതറാൻ തുടങ്ങി. പിന്തിരിഞ്ഞോടാതിരിക്കാൻ ആയിരക്കണക്കായ ഭടന്മാർ പരസ്പരം ചങ്ങലകൊണ്ട് ബന്ധിക്കപ്പെട്ടിരുന്നു. എന്നാൽ സൈന്യം ചിന്നിച്ചിതറിയതോടെ അവരെ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ തന്നെ അവരുടെ മരണക്കെണിയായി. തന്മൂലം അവർക്ക് പിന്തിരിഞ്ഞോടാൻ പോലും കഴിയാതായി. മുസ്ലിം സൈന്യം നദീമുഖം അടച്ചുകളഞ്ഞിരുന്നു. പിന്നിലാണെങ്കിൽ കുത്തനെയുള്ള പർവ്വതവും. ആയിരക്കണക്കിന് ശത്രുഭടന്മാർ വാളുകൾക്ക് ഇരയായി. അതിലേറെ പേർ നദിയിൽ മുങ്ങിമരിക്കുകയും ചെയ്തു. 1,20,000-ൽ പരം ശത്രുഭടന്മാർ അന്ന് കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. മുസ്ലിം പക്ഷത്ത് 3000-തോളം ഭടന്മാരാണ് രക്തസാക്ഷികളായത്. ഇക്രിമ ഇബ്നു അബിജഹലും അദ്ദേഹത്തിന്റെ കൂടെ രക്തസാക്ഷിയാകാൻ പ്രതിജ്ഞയെടുത്ത 400 പേരും ഇതിൽപ്പെടും. യർമൂക്കിലെ ഈ നിർണായകമായ യുദ്ധത്തിന് അതിവിദഗ്ധമായി നേതൃത്വം നൽകി വിജയത്തിന്റെ ലക്ഷണം കണ്ടു തുടങ്ങിയപ്പോഴാണ് ഖലീഫ ഉമറിന്റെ സന്ദേശവുമായി ദൂതൻ ഖാലിദ് ബിൻ വലീദിനെ സമീപിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് നിര്യാതനായി എന്നും ഉമർ ഇബ്നുൽ ഖത്താബ് ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടെന്നും ഖാലിദിനെ സർവ്വസൈന്യാധിപ സ്ഥാനത്തുനിന്ന് നീക്കിപ്പകരം അബൂ ഉബൈദ ഇബ്നു ജറാഹിനെ സൈന്യാധിപനായി നിയമിച്ചിട്ടുണ്ടെന്നുമായിരുന്നു സന്ദേശത്തിന്റെ ഉള്ളടക്കം. ഈ സമയം ഖാലിദ് ബിൻ വലീദ് കാണിച്ച കൂറും അച്ചടക്കവും വിശാലമനസ്കതയും പ്രശംസനീയമാണ്. തുടർന്ന് അദ്ദേഹം കൈകൊണ്ട നിലപാടും ബുദ്ധിപൂർവമാണ്. സന്ദേശം വായിച്ച് അബൂബക്കറിന്റെ ആത്മശാന്തിക്കും ഉമറിന്റെ വിജയത്തിനും വേണ്ടി പ്രാർത്ഥിച്ച ശേഷം ഖാലിദ് ബിൻ വലീദ് ദൂതനെ ഒരു രഹസ്യസ്ഥലത്ത് നിർത്തി. ആരുമായി ബന്ധപ്പെടരുതെന്നും സന്ദേശത്തിലെ ഉള്ളടക്കം ആരെയും അറിയിക്കരുതെന്നും പ്രത്യേകം നിർദ്ദേശിച്ചു. അനന്തരം യാതൊരു ഭാവപകർച്ചയുമില്ലാതെ യുദ്ധം നയിച്ചു. യർമൂക്കിലെ തന്റെ സാഹസയജ്ഞം പൂർത്തിയാക്കി. റോമാ സൈന്യം പരാജയം സമ്മതിച്ചു പിൻവാങ്ങി. അതിനുശേഷം ഖാലിദ് വിനയാന്വിതനായി അബൂ ഉബൈദത്ത് ബിൻ ജറാഹിനെ സമീപിച്ചു. ഒരു സാധാരണ ഭടന്റെ മട്ടിൽ അഭിവാദ്യമർപ്പിച്ച് ഖലീഫ ഉമർ ഫാറൂഖിന്റെ സന്ദേശത്തിലെ ഉള്ളടക്കം അറിയിച്ചു. ഖാലിദിന്റെ നിലപാടിൽ മതിപ്പ് തോന്നിയ അബൂ ഉബൈദത്ത് അദ്ദേഹത്തെ അശ്ലേഷിച്ച് നെറ്റിയിൽ ചുംബിച്ച് അഭിനന്ദിച്ചു. യർമൂക്ക് യുദ്ധവിജയം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എണ്ണപ്പെട്ട നാഴികക്കല്ലാണെന്ന് തെളിയിച്ചു. ഇസ്ലാമിന് നേരെ ഉണ്ടായ റോമാക്കാരുടെ നിരന്തര ശല്യം അതോടെ അവസാനിച്ചു. യർമൂക്ക് യുദ്ധവിജയം ഖാലിദിന്റെ യുദ്ധതന്ത്രത്തിൽ മികച്ച തെളിവാണ്. അത് അദ്ദേഹത്തെ പ്രസിദ്ധിയുടെ ഔന്നത്യത്തിലേക്ക് ഉയർത്തി. ഖലീഫ അബൂബക്കറിനെപ്പോലെ പുതിയ ഖലീഫ ഉമറിനും ഖാലിദിന്റെ യുദ്ധതന്ത്രത്തിൽ മികച്ച മതിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ധൃതി പിടിച്ച പ്രവർത്തനങ്ങളോട് ഉമറിന് നീരസമുണ്ടായിരുന്നെങ്കിലും ഖലീഫാസ്ഥാനം ഏറ്റ ഉടനെ ഉമർ ചെയ്ത ആദ്യ നടപടികളിലൊന്ന് ഖാലിദ് ബിൻ വലീദിനെ സർവ്വസൈന്യ നായകസ്ഥാനത്തുനിന്ന് നീക്കലായിരുന്നു. എന്നാൽ തന്മൂലം ഖാലിദിന് ഇസ്ലാമിന്റെ നായക പദവിയിൽ യാതൊരു മാറ്റവുമുണ്ടായില്ല. മറ്റൊരു സൈനിക നായകന്മാരെപ്പോലെ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു. ഒരു ദിവസത്തേക്ക് മാത്രമായിരുന്നു ഈ മാറ്റം. യർമൂക്ക് യുദ്ധത്തിനു ശേഷം ഈ പൊതു സൈനിക നേതൃത്വം ഇല്ലാതാവുകയും ചെയ്തു. സർവ്വസൈന്യാധിപ്രസ്ഥാനത്തുനിന്നു ഖാലിദിനെ നീക്കിയ നടപടി അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന എല്ലാവരെയും അമ്പരപ്പിച്ചു. ചിലർ അദ്ദേഹത്തോട് ചോദിക്കുക തന്നെ ചെയ്തു,
സൈന്യാധിപസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യപ്പെട്ടതിനു ശേഷവും താങ്കൾ എന്തിനാണ് ഇപ്രകാരം സാഹസിക പോരാട്ടം തുടർന്നത്? അതിനു ഖാലിദ് നൽകിയ മറുപടി, ഞാൻ ഉമറിനു വേണ്ടിയല്ല യുദ്ധം ചെയ്തിരുന്നത്, അല്ലാഹുവിനു വേണ്ടിയാണ് എന്നായിരുന്നു. ഖാലിദിനെതിരെ തനിക്ക് യാതൊരു ദുരുദ്ദേശവുമില്ലായിരുന്നുവെന്ന് പിന്നീട് ഖലീഫ ഉമർ വെളിപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, ഖാലിദിനെ ഞാൻ സ്ഥാനത്തുനിന്ന് നീക്കിയത് എനിക്കദ്ദേഹത്തോട് അതൃപ്തിയുള്ളതുകൊണ്ടോ അദ്ദേഹത്തിന്റെ നെറികേടുകൊണ്ടോ അല്ല. മുസ്ലിം സൈന്യത്തിന്റെ വിജയങ്ങൾക്കുള്ള യഥാർത്ഥ കാരണം അല്ലാഹു മാത്രമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഞാൻ. അതേസമയം എനിക്ക് ഖാലിദിനോട് സ്നേഹവും ബഹുമാനവുമുണ്ട്. ഞാൻ ഖാലിദിനെ സ്നേഹിക്കുന്നു എന്നതിന് അല്ലാഹു സാക്ഷി, ഉമർ വ്യക്തമാക്കി. യർമുക് യുദ്ധത്തിനു ശേഷവും ഖാലിദിനെ പലതവണ സൈന്യാധിപനാക്കുകയുണ്ടായി. ഖാലിദിനോട് ഉമറിന് വിദ്വേഷമുണ്ടായിരുന്നില്ലെന്ന് ഇത് തെളിയിക്കുന്നു. മനുഷ്യജീവനുമായി ഇടപെടുമ്പോൾ ഖാലിദ് കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് ബോധ്യപ്പെടുത്തുകയായിരുന്നു ഉമർ. അതിലുപരി വളർന്നുവരുന്ന വേറെയും യുദ്ധനായകന്മാരെ ഇസ്ലാമിനുവേണ്ടി ഉയർത്തിക്കൊണ്ടുവരാൻ ഉമറിന് ആഗ്രഹമുണ്ടായിരുന്നു. അവർക്കുകൂടി അവസരം നൽകാനും ഒരു പ്രത്യേക വ്യക്തിയെത്തന്നെ ജനങ്ങൾ കൂടുതൽ ആശ്രയിക്കാതിരിക്കാനും പുതിയ ഖലീഫയ്ക്ക് ഉദ്ദേശ്യമുണ്ടായിരുന്നു. പുതിയ ഖലീഫയുടെ നടപടി ഖാലിദിന്റെ സ്ഥിരോത്സാഹത്തിന് ഒരു തരത്തിലും മങ്ങലേൽപ്പിച്ചില്ല. അദ്ദേഹം ഇസ്ലാമിനുവേണ്ടി മുമ്പത്തെപ്പോലെ ജാഗ്രതയോടെ പോരാടി. യർമൂക്ക് യുദ്ധത്തിനു ശേഷം അബൂ ഉബൈദ സിറിയൻ തലസ്ഥാനമായ ദമസ്കസ് ഉപരോധിച്ചു. മാസങ്ങളോളം ഉപരോധം തുടർന്നു. ശൈത്യകാലം തുടങ്ങി. കൊടും തണുപ്പിൽ മുസ്ലിം സൈന്യം വളരെയധികം വിഷമിച്ചു. ഖാലിദ് ബിൻ വലീദ് ശത്രുപ്രതിരോധ നിരയിലെ ദുർബലവശം തേടി കാത്തിരുന്നു. അവസാനം അവസരം കിട്ടി. നഗരത്തിലെ ഗവർണർക്ക് ഒരാൺകുഞ്ഞ് ജനിച്ചതിന്റെ ആഘോഷം നടക്കുകയാണ്. ശത്രുസൈന്യം രാത്രിയിൽ കുടിച്ചു കൂത്താടി. ഖാലിദ് കുറച്ചു ഭടന്മാരെയും കൂട്ടി കോട്ടമതിലിൽ കയറി കാവൽ ഭടന്മാരെ കൊന്നു. നഗരവാതിൽ തള്ളിത്തുറന്നു. ഉടനെ മുസ്ലിം സൈന്യം അല്ലാഹു അക്ബർ എന്നുഘോഷിച്ചുകൊണ്ട് ഇരച്ചുകയറി. ഗവർണർ എതിർവശത്തെ നഗരവാതിൽ തുറന്നു രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവിടെ അബൂ ഉബൈദയുടെ സൈന്യം കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദമസ്കസ് മുസ്ലിം സൈന്യം കീഴടക്കി. ഖാലിദിന്റെ നിതാന്ത ജാഗ്രതയും തന്ത്രവും ദമസ്കസിന്റെ പതനത്തിന് വഴിതെളിയിച്ചു. ഈ വിവരം ഖലീഫ ഉമർ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം, ഖാലിദിന് അല്ലാഹുവിന്റെ കരുണയുണ്ടാവട്ടെ, അദ്ദേഹം എന്നേക്കാൾ നന്നായി ആളുകളുടെ കഴിവ് മനസ്സിലാക്കി എന്നു പറഞ്ഞുകൊണ്ട് ഖലീഫ ഉമർ ഖാലിദ് ബിൻ വലീദിന് സർവ്വസൈന്യാധിപ പദവി നൽകി. അതിനിടയ്ക്ക് ദമസ്കസിൽ യസീദ് ബിൻ അബീ സുഫ്യാനെ സൈന്യാധിപനായി നിയമിച്ചുകൊണ്ടു അബൂ ഉബൈദ ജൈത്രയാത്ര തുടർന്നു. തക്കം പാർത്തുകഴിഞ്ഞിരുന്ന ശത്രുക്കൾ ഈ അവസരം ഉപയോഗപ്പെടുത്തി നഗരം വീണ്ടെടുക്കാൻ മുതിർന്നു. ശത്രുസൈന്യം സംഘടിച്ചു. ദമസ്കസ് ആക്രമിച്ചു. യസീദിന്റെ കീഴിലുള്ള സൈന്യം ചെറുതായിരുന്നു. തന്മൂലം അദ്ദേഹം പരാജയത്തിലേക്ക് നീങ്ങുമ്പോൾ വിവരം ഖാലിദ് അറിഞ്ഞു. അദ്ദേഹം തന്റെ കീഴിലുള്ള സൈന്യവുമായി യസീദിന്റെ സഹായത്തിന് കുതിച്ചു. പിന്നിൽ നിന്നദ്ദേഹം റോമാ സൈന്യത്തെ ആക്രമിച്ചു. പെട്ടെന്ന് ഓർക്കാപ്പുറത്തുള്ള ഖാലിദിന്റെ പ്രഹരമേറ്റ് റോമാ സൈന്യം ചിതറി. ഒരു മരണക്കുടുക്കിലാണ് അവർ അകപ്പെട്ടത്. ഖാലിദിന്റെ സൈന്യം എല്ലാവരെയും വകവരുത്തി. അനന്തരം ഖാലിദ് ജൈത്രയാത്ര തുടർന്നു. സിറിയയുടെ അങ്ങേയറ്റം വരെ അദ്ദേഹം ഇസ്ലാമിന്റെ പതാക പറിപ്പറപ്പിച്ചു. ഖിനിസ്റിൻ കോട്ട കീഴടക്കാൻ ആർക്കും സാധ്യമല്ലെന്നായിരുന്നു ധാരണ. ഖാലിദ് അവിടെ എത്തിയപ്പോൾ സിറിയൻ സൈന്യം കോട്ട ബന്ധിച്ചു. യുദ്ധമാരംഭിച്ചു. ഖാലിദ് അവരോട് വിളിച്ചു പറഞ്ഞു, മര്യാദക്ക് കീഴടങ്ങുന്നതാണ് നല്ലത്. നിങ്ങൾ മേഘത്തിനുള്ളിൽ കയറി ഒളിക്കുകയാണെങ്കിൽ പോലും അവിടെ എത്തിച്ചേരാനുള്ള കഴിവ് തീർച്ചയായും അല്ലാഹു ഞങ്ങൾക്ക് നൽകും. അല്ലെങ്കിൽ അവൻ നിങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരും. ഈ ഉപദേശം ശത്രുക്കൾ ചെവികൊണ്ടില്ല. ജനങ്ങൾ നിസ്സഹായരായി കാരുണ്യത്തിനുവേണ്ടി കേണു. ഖാലിദ് അവർക്കു മാപ്പു നൽകി. ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ കീഴടക്കിക്കൊണ്ട് ഖാലിദിന്റെ സൈന്യം അലപ്പോയിലേക്ക് മാർച്ച് ചെയ്തു. സുപ്രധാനമായ ഈ സൈനിക താവളവും അല്ലാഹുവിന്റെ വാളിനു മുമ്പിൽ അടിയറവു പറഞ്ഞു. ഇതോടെ വടക്കൻ സിറിയ മുഴുവൻ ഖാലിദ് ബിനു വലീദിന്റെ കീഴിലായി. ആന്റിയോക്ക് യുദ്ധത്തിൽ അലപ്പോ നഷ്ടപ്പെട്ടതോടെ റോമാചക്രവർത്തി കടുത്ത നിരാശയിലായി. സിറിയയെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ചക്രവർത്തി അവിടം വിടാൻ തീരുമാനിച്ചു. ഒരു കുന്നിൻമുകളിൽ കയർനിന്നുകൊണ്ട് അദ്ദേഹം പച്ചപിടിച്ച താഴ്വരയിലേക്ക് കണ്ണയച്ചുകൊണ്ട് പറഞ്ഞു, ഓ സിറിയ, നിന്നോട് വിട പറയുന്നു. ഇനിയൊരിക്കലും നിന്റെ സുന്ദരവദനം ദർശിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇനിയൊരിക്കലും എന്റെ ആളുകൾക്ക് നിന്റെ മണ്ണിൽ കാലുകുത്താൻ സാധിക്കുമെന്നും തോന്നുന്നില്ല. സിറിയൻ വിജയത്തിനു ശേഷം ഖാലിദ് സിറിയയിലെ ഹിംസിൽ താമസമാക്കി. ഹിജ്റ 21 വർഷം രോഗബാധിതനായി. സ്വഹാബിവര്യനായ അബൂദർദാ അദ്ദേഹത്തെ കാണാനെത്തി. വർത്തമാനത്തിനിടക്ക് ഖാലിദ് ബിൻ വലീദ് ഖലീഫ ഉമറിനെക്കുറിച്ച് പറഞ്ഞു, ഉമർ എന്നോട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ഖലീഫയിൽ നിന്നുണ്ടായ ഒരു നീക്കത്തിൽ അദ്ദേഹത്തോട് എനിക്കൽപ്പം നീരസം തോന്നിയിരുന്നുവെങ്കിലും പിന്നീട് അല്ലാഹു കാര്യത്തിന്റെ യാഥാർത്ഥ്യം എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. നിയമത്തിന്റെ കാര്യത്തിൽ ഉമർ എല്ലാവരോടും കർശന നിലപാട് അവലംബിച്ചു, അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളോടുപോലും. അത് മനസ്സിലായപ്പോൾ എന്റെ നീരസമെല്ലാം നീങ്ങി. യുദ്ധം ഖാലിദ് ബിൻ വലീദിന് പഥ്യമായിരുന്നു.
ഒരു നവവധുവുമായുള്ള മധുവിധു രാത്രിയേക്കാളും ഒരു പുത്രൻ ജനിച്ച ആഹ്ലാദ സുദിനത്തേക്കാളും താൻ ഇഷ്ടപ്പെടുന്നത് അവിശ്വാസികളോട് പൊരുതുന്ന ഒരു ഭീകരരാത്രിയെയാണെന്ന് അദ്ദേഹം ഒരവസരത്തിൽ പറയുകയുണ്ടായി. ജീവിതകാലം മുഴുവൻ കുതിരപ്പുറത്ത് വാളുകളുടെ തീപ്പൊരികൾക്കിടയിൽ ചിലവഴിച്ച ഖാലിദ് ബിൻ വലീദിന് യുദ്ധത്തിൽ രക്തസാക്ഷിയാവാൻ കഴിഞ്ഞില്ല. വീട്ടിൽ കിടന്നു മരിക്കേണ്ടി വന്നതിൽ അതീവ ദുഃഖിതനായിരുന്നു ആ ധീരസേനാനി. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന യുദ്ധങ്ങളിൽ പങ്കെടുത്തു. വാളുകൊണ്ടോ കുന്തം കൊണ്ടോ അമ്പുകൊണ്ടോ പരിക്കേൽക്കാത്ത ഒരു സ്ഥലവും എന്റെ ശരീരത്തിലില്ല. ഇപ്പോൾ ഞാനിതാ വിരിപ്പിൽ കിടന്നു മരിക്കുന്നു, ഒട്ടകം ചാവുന്നതുപോലെ. വീരമൃത്യു വരിക്കാൻ കഴിയാത്തതിലെ വേദനകളാണ് ഈ വാക്കുകളിൽ മുറ്റിനിൽക്കുന്നത്. മരിക്കുമ്പോൾ ഖാലിദ് ബിൻ വലീദിന്റെ സ്വത്തായി തന്റെ കുതിരയും ആയുധവും തൊപ്പിയും മാത്രമാണുണ്ടായിരുന്നത്. ഇസ്ലാമിനു വേണ്ടി വിജയങ്ങൾ സൃഷ്ടിക്കുന്നതിലല്ലാതെ സ്വന്തമായി സമ്പാദിക്കുന്നതിലോ നേട്ടങ്ങൾ കൈവരിക്കുന്നതിലോ അദ്ദേഹം തൽപരനായിരുന്നില്ല. തൊപ്പി ഒരമൂല്യനിധിയായിട്ടായിരുന്നു അദ്ദേഹം സൂക്ഷിച്ചിരുന്നത്. യർമുഗ് യുദ്ധത്തിൽ വീണുപോയ തൊപ്പി കണ്ടെടുക്കാൻ അദ്ദേഹവും സൈന്യവും കുറച്ചൊന്നുമല്ല പാടുപെട്ടത്. ഒരു തൊപ്പിക്കുവേണ്ടിയുള്ള ഈ സാഹസങ്ങളെ ചിലർ വിമർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിൽ നബിതിരുമേനിയുടെ മൂർധാവിലെ ഏതാനും മുടിയുണ്ട്. യുദ്ധങ്ങളിൽ ഒരു ശുഭവസ്തുവായി ഞാനിതിനെ കാണുന്നു. മരണശയ്യയിൽ വെച്ച് തന്റെ അന്ത്യാഭിലാഷമായി ഖാലിദ് പറഞ്ഞു, എന്റെ സ്വത്തിന്റെയും മറ്റെല്ലാ കാര്യങ്ങളുടെയും ചുമതല ഞാൻ ഉമർ ഖത്താബിനെ ഏൽപ്പിക്കുന്നു. ഖാലിദിന്റെ മരണവൃത്താന്തമറിഞ്ഞ് ഖലീഫ ഉമർ പറഞ്ഞു, ഖാലിദിന്റെ മരണം ആർക്കും നികത്താനാവാത്ത ഒരു വിടവാണ്. സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാഹുവാണ്. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പേടി സ്വപ്നമായിരുന്നു അദ്ദേഹം. അബൂസുലൈമാൻ അല്ലാഹു കരുണ ചെയ്യട്ടെ. ശ്ലാഘനീയമായി അദ്ദേഹം ജീവിച്ചു. സൗഭാഗ്യവാനായി അദ്ദേഹം മരിച്ചു. ഖാലിദിന്റെ സമരജീവിതം എന്നെന്നും പടയാളികൾക്ക് മാതൃകയാണ്. അദ്ദേഹത്തിന്റെ ധൈര്യവും ശൗര്യവും ശത്രുക്കൾ പോലും സമ്മതിച്ചതാണ്. ക്രൈസ്തവ രാജാവായിരുന്ന അഖിദർ ഒരിക്കൽ പറഞ്ഞു, ഖാലിദ് ഒരു ജനതയിലേക്ക് തിരിഞ്ഞാൽ നിസ്സംശയം അദ്ദേഹം അവരെ അതിജയിക്കുന്നു. അവരുടെ എണ്ണം എത്ര തന്നെ വലുതായാലും അവരുടെ വിഭവശേഷി എത്രമാത്രം കവിഞ്ഞതായാലും ജയം അദ്ദേഹത്തിന് തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.